ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി 2023 ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിലമ്പൂർ മൈലാടിയിലും നമ്പൂരിപ്പൊട്ടിയിലുമാണ് കൃഷി നശിപ്പിച്ചത്. മൈലാടി കരിവേലിൽ വർഗീസ് കുര്യൻ എന്ന അനിയന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കമുകുകളുമാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കായ്ഫലമുള്ള 15ലേറെ കമുകുകളും 10ഓളം തെങ്ങുകളും നശിപ്പിച്ചു. ഞാനിവിടെ മൈലാടിയില് 61 മുതൽ എൻ്റെ അപ്പം പോലെ താമസിക്കാൻ തുടങ്ങി. നമ്മളിവിടെ ആർക്കും ഒരു ശല്യമില്ലാതെ പറമ്പിൽ ജോലി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 വരെ വാഹനക്കൂട്ടം അടുപ്പിച്ചു വന്നു. 1 മാസത്തെ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ചൊട്ടയിട്ട കവുങ്ങും തെങ്ങും എല്ലാം കളഞ്ഞു. വാഴ 100-150 എണ്ണം ഉണ്ടായിരുന്നു കൊലച്ച്, അതും മുഴുവൻ കളഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ രാത്രി ബാക്കിയും കൂടെ വന്നിട്ട് കളഞ്ഞു. ഇവിടെ ഞാനൊന്ന് പറയണത് എന്താ വെച്ചാൽ, വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല, അതിന്റെ അടുത്തു കൂടെ പോകാൻ പാടില്ല. ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ അവളുമാരിയ്ക്കുകയാണ്. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളില്ലെങ്കിൽ രാജ്യം ഉണ്ടാവുമോ? ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ജനങ്ങളില്ലെങ്കിൽ ഉണ്ടാവുമോ? ഇതെന്താ ആരും ശ്രദ്ധിക്കാതെ? വെറും വന്യമൃഗങ്ങൾ ഉണ്ടായാൽ രാജ്യത്തിന്റെ പേര് വെക്കുമോ? ഇവരെവിടുത്തെ നിയമം ഉണ്ടാക്കിയിട്ടാണ് ഈ നടക്കണേ? ഒരു രാജ്യം നിലനിൽക്കണം ജനങ്ങൾ ഉണ്ടായിട്ടല്ലേ. ഇത് ഈ വലിയവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, ഇവർക്ക് ഇത് അറിയൂലായിരിക്കും. ഇത് ജനങ്ങളില്ല, രാജ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. വന്യമൃഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ആരും രാജ്യത്തിന്റെ പേര് നിൽക്കൂല. അല്ലെ വലിയന്മാർ നമുക്കൊന്ന് പറഞ്ഞു തരട്ടെ. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞങ്ങളിതെന്താ ചെയ്യണം? ഞങ്ങൾ കക്കാനും കുടിക്കാനും ഒന്നും പോണില്ല, ഒരു സർക്കാരിന് ദ്രോഹം ചെയ്യാനും പോണില്ല. ആരോട് ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തരാൻ വകുപ്പില്ല. നമ്മളിവിടെ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിന്റെ മേടിച്ച് ജീവിക്കാതിരിക്കുന്നവരല്ലേ. നല്ല പോലെ പട്ടിണിയും പരിവട്ടവും കിടന്ന് പണിയെടുത്തുണ്ടാക്കുക. ചൊട്ടയിട്ട കവുങ്ങും തെങ്ങും പോകാന്ന് പറഞ്ഞാൽ ഇതിന്റെ അധ്വാനം എത്ര? എന്റെ 10-150 കൊലച്ച വാഴയാ പോയത്. ഇതൊക്കെ ആരെന്ത് തരുമെന്നായി പറയണേ? നമ്പൂരിപ്പൊട്ടിയിൽ നിലമ്പൂർ കോവിലകം വഴി സ്ഥലത്താണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. തെങ്ങുകളും കമുകുകളും നശിപ്പിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട കോലാർ വീട്ടിൽ രാജൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ രാവിലെ ടാപ്പിങ്ങിന് ഞാൻ വരുമ്പോൾ ആനക്കൂട്ടം നമ്മളെ റബ്ബറിന്റെ ചുറ്റുമുള്ള തെങ്ങുന്തോട്ടം നശിപ്പിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇന്നത്തെ വയനാട്ടിലെ ആ പ്രശ്നം കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നില്ല, ഞാൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ 9 തെങ്ങുകൾ അവിടെ നശിപ്പിച്ചു. രാവിലെ നോക്കുമ്പോൾ 9 തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.